അതുപോലെ തന്നെ വിവാഹമുറപ്പിക്കാൻ തങ്ങൾ വേണം. എന്തിനാണ് തങ്ങളെന്നോ, എന്തിനാണ് പള്ളിയിൽ വരുന്നതെന്നോ ദിവസം കുറിക്കണം. മുസ്ലിയാരെ, നല്ല ദിവസം ഒന്ന് പറഞ്ഞു തരണേ. നഹസില്ലാത്ത ദിവസം പറയണം പോലും. നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയോ സഹാബിമാര് വിവാഹിതരായില്ലേ, എത്രയോ സഹാബിമാര് വീട് വെച്ചില്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് ഏതാണ് മോശപ്പെട്ട ദിവസം എന്നൊന്ന് പറഞ്ഞു തന്നാൽ ആ ദിവസം ഞങ്ങൾക്ക് തുടങ്ങേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് വന്നുവോ? റസൂലുള്ള പഠിപ്പിച്ചുവോ? ഇല്ലല്ലോ. എന്നാൽ സുന്നത്ത് ജമാഅത്തുകാർ ഞങ്ങൾ മാത്രമാണെന്നും മുജാഹിദുകളെ നിങ്ങൾ പഴച്ചവരാണെന്നും ഞങ്ങളെ മുദ്ര കുത്തുന്ന ഖൗമേ, അവരുടെ പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അല്ലാഹ് സൃഷ്ടിച്ച ദിവസങ്ങളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? അത് അല്ലാഹനെ ചീത്ത വിളിക്കലല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് പറഞ്ഞതായി, യുദീനി ഇബ്നു ആദം, മനുഷ്യരതാ എന്നെ ദ്രോഹിക്കുന്നു. അല്ലാഹനെ ദ്രോഹിക്കാൻ ഒരാൾക്കും കഴിയൂല, പക്ഷേ ഏറ്റവും കടുത്ത അക്രമമാണ് പറയാൻ പോകുന്നത് എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്താണ് മനുഷ്യൻ ചെയ്യുന്ന അക്രമം? യസുബ്ബുദ്ദഹ്റ, അവൻ സമയത്തെ ചീത്ത പറയുകയാണ്, അവൻ സമയത്തെ വിമർശിക്കുകയാണ്, ചില സമയങ്ങളൊക്കെ മോശമാണെന്ന് പറയുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സമുദായത്തിലേക്ക് നഹ്സിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ കടന്നു വന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ നഹ്സ് എന്ന് പറഞ്ഞാൽ? കേട്ടോളൂ, അവര് തന്നെ നിർവചനം പറയട്ടെ. ബറക്കത്ത് കുറഞ്ഞ ക്ഷേമകരമല്ലാത്ത ദിവസം എന്നാണ് നഹ്സ് ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാ നഹ്സ്. എന്താ നഹ്സ്? പഠിച്ചു വെച്ചോളി. അറബി പഞ്ചാംഗത്തിലൊക്കെ പണ്ട് കാണാം നഹ്സുകൾ എന്നൊരു കോളം. അറബി പഞ്ചാംഗം ഇപ്പോൾ നാട് നീങ്ങി. ഇപ്പോൾ അതാ ഇവരുടെ ചില കലണ്ടറുകൾ, അത് മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന്റെ കലണ്ടറാണെങ്കിലും മഅ്ദിൻ എന്ന മുട്ടിപ്പടിയിലെ കലണ്ടറാണെങ്കിലും ഒതുക്കുങ്ങൽ എന്ന ഇസ്ലാമിനെ അതാ ശിർക്കിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നവരുടെ കലണ്ടറുകളിലാണെങ്കിലും അതാ കാണുന്നു നഹ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു കോളം. നഹ്സുകളോ ദിവസങ്ങളെ ചീത്ത പറയുകയോ? അല്ലാഹ് പറയുന്നത് അക്രമമാണെന്നാണ്. കാലത്തെ ചീത്ത പറയല്ല, കാലത്തെ ഞാനാണ് സൃഷ്ടിച്ചത്. ദിവസത്തെ സൃഷ്ടിച്ചവനായ റബ്ബിനെ ചീത്ത വിളിക്കുന്നതിന് സമാനമാണ് ദിവസങ്ങളെ മോശമായി പറയൽ. ബറക്കത്തില്ലാത്ത ക്ഷേമകരമല്ലാത്ത ദിവസമെന്നാണ് നഹ്സ് ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, തുണി ഉടുക്കണോ, വസ്ത്രം വാങ്ങണോ, വസ്ത്രം ധരിക്കുന്നതിന്റെ മര്യാദകൾ പോലും പറയുന്നത് എന്താണ്? വസ്ത്രം ധരിക്കുന്നതിന്റെ മര്യാദകൾ പോലും പറയുന്നിടത്ത് ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ നീ വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതാ പറയുന്നേ. മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുകയാണെന്ത്? വസ്ത്രം ധരിക്കുന്നതിന്റെ മര്യാദ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അല്ല കേട്ടോ. ഇസ്ലാമാണെങ്കിൽ നമ്മുടെ നേതാവ് അത് പഠിപ്പിച്ചിരിക്കും. ഹദീസുകളിൽ അത് കാണേണ്ടതാണ്. അതേ അവസരത്തിലതാ നമ്മുടെ നാട്ടുകളിലൊക്കെ പണ്ട് കാലത്ത് വഅദ് പറയാൻ വേണ്ടി വന്നിരുന്നൊരു വഅദം മുസ്ലിയാരില്ലേ, തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി. അദ്ദേഹത്തിന്റെ ഒരു കവിതാ പുസ്തകമില്ലേ, എല്ലാവർക്കും അതാ രാജ്യത്ത് സർവസമ്മതനല്ലേ, ആ എല്ലാ സമസ്ത വിഭാഗങ്ങൾക്കും സർവസമ്മതനായ ആ മുസ്ലിയാർ എന്താ എഴുതിയത്? ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ടുടുക്കാൻ പാടില്ല, കാരണം ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു. ശനിയാഴ്ച പുതുവസ്ത്രം ഉടുത്താൽ ശരീരത്തിന് അസുഖം വരും. മാത്രമല്ല ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. നോക്കണം നിങ്ങൾ, ഇതങ്ങനെ അതാവരത്ത് നമ്മൾ പാടിക്കൊടുത്തിട്ടുണ്ട്. ഇതിന് മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോ ഞഞ്ഞം മിഞ്ഞം മറുപടി പറഞ്ഞത് എന്താണെന്നോ? മൗലവിയുടെ പറയാണ് ഞായറാഴ്ച പുതിയ മുണ്ട് വാങ്ങാൻ പാടില്ലെന്ന് ബുക്കിലുണ്ട് പോലും. അതിന് മൗലവി കേരളത്തിലെ ഏത് തുണിഷാപ്പാ ഞായറാഴ്ച തുറക്കാറുള്ളത്? നല്ല മറുപടിയാ.
ഓക്കെ, ഇതാണ് നാലാവരത്തെ മറുപടി. നാലാവരത്തുള്ള മറുപടിയാ. നിങ്ങൾക്ക് ഇതിനെവിടെ ആ സനത് പരമ്പര ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ പരമ്പര കൊണ്ട് തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയുടെ പുതിയ മുണ്ടെടുക്കല് അത് എഴുതിയ ആളോട് ചോദിക്ക്, എഴുതിയ ആളോട് ചോദിക്ക്, ഹോദയോട് ചോദിക്ക്. അപ്പൊ ഇത് എല്ലാ തീ വീണ് മുണ്ട് നശിക്കും, മറ്റൊരു നശിക്കും, ഈ രൂപത്തിൽ ദിവസങ്ങൾ മോശം. പരിശുദ്ധ റമദാനിനെ പറ്റി എന്താ മുസ്ലിമേ വിശ്വാസം? റമദാൻ മുഴുവൻ പുണ്യല്ലേ? എന്നാൽ മർക്കസിൽ നിന്നിറക്കുന്ന കലണ്ടറിൽ റമദാൻ 3 മോശപ്പെട്ട ദിവസമാണ്, 5 മോശമാണ്, 11 മോശമാണ്, 13 മോശമാണ്, 16, 20, 23, 24 അവസാനത്തെ 10 പോലും വിട്ടില്ലല്ലോ മർക്കസുകാരാ. ഇനിയതാ മുട്ടിപ്പടിയിലെ മഅദിൻ കലണ്ടറുകാരൻ റമദാനിലെ 11 നഹസാണ്, 14 നഹസാണ്, 30 നഹസാണ്, 17 നഹസാക്കാത്തത് ബദരീങ്ങൾ ആണ്ടിന്റെ പോത്തെറുക്കാനായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങളതാ ഇപ്പൊ നമ്മൾ ദുൽഹജ്ജ മാസത്തിലല്ലേ? ആ ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളോളം സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മറ്റു ദിവസങ്ങളില്ലെന്ന് നമ്മുടെ നേതാവ് നമുക്കതാ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും നമ്മോട് അതാ കൃത്യമായി പഠിപ്പിച്ചിരുന്ന ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പോലും വിട്ടില്ലല്ലോ മഅദിനുകാരാ, വിട്ടില്ലല്ലോ ബുഖാരി തങ്ങളെ, വിട്ടില്ലല്ലോ ഖലീൽ തങ്ങളെ. നിങ്ങൾക്ക് ഇസ്ലാം എവിടുന്നാ കിട്ടിയത്? നിങ്ങൾ തങ്ങളാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ ഏതു മനുഷ്യന്മാരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ദുൽഹജ്ജ മാസത്തെ പറ്റി എന്താ പറയുന്നത്? ദുൽഹിജ്ജ 6 നഹസാണ്, 8 മോശമാണ്. ദുൽഹിജ്ജ 10 അതാ ലോക മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ ലക്ഷക്കണക്കിന് ഹാജിമാര് അതാ അറഫാത്തിലും മിനായിലും മുസ്ദലിഫയിലും അതാ കഅബക്ക് ചുറ്റുമൊക്കെ ഹജ്ജ് നിർവഹിക്കുന്ന നാളുകളായ ആ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും മോശപ്പെട്ട നഹസ് ഏതാണെന്നോ ദുൽഹജ്ജ 10 ആണെന്ന് ഖലീൽ ബുഖാരി നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇത് ഇസ്ലാമല്ലെന്ന് പറയാൻ ഞങ്ങളെ ഈ സമൂഹത്തിലുള്ള കേട്ടോ. നിങ്ങളോട് വ്യക്തിവിദ്വേഷമില്ല, നിങ്ങളോടൊന്നും മാത്രമല്ല ഒരു ഉമ്മ പെറ്റ മോനോടും വ്യക്തിപരമായ വിദ്വേഷമില്ല. ആദർശത്തിലേക്ക് മടങ്ങിക്കോ. നമുക്ക് സ്വർഗം വേണ്ടേ? ഖബറിൽ സ്വൈരം വേണ്ടേ? സമാധാനം വേണ്ടേ? സ്വസ്ഥത വേണ്ടേ? എങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിലാണ് മാതൃക കേട്ടോ, അല്ലാഹുവിന്റെ റസൂലാണ് നേതാവ് കേട്ടോ. പക്ഷേ അതാരെ അങ്ങനെ കാണുകയുള്ളൂ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹനെ ആഗ്രഹിക്കുന്ന, പരലോകത്തെ പേടിക്കുന്ന, അല്ലാഹനെ ധാരാളമായി ഓർക്കുന്നവർക്കാണ് ഈ പറയുന്നത്. അല്ലാത്തവരത് ചെയ്യൂല, അല്ലാത്തവരിത് കേൾക്കൂല, അല്ലാത്തവരിത് അംഗീകരിക്കൂല. നിങ്ങൾ ആലോചിക്കൂ, ഇങ്ങനെയുണ്ടോ ഒരു നാഹസ്? ഓരോന്നിന് കുറ്റിയടിക്കാനൊന്നു പറ്റൂല, വാഹനം പുറത്തിറക്കാനൊന്നു പറ്റൂല, കട ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, വിവാഹം നിശ്ചയിക്കാൻ പറ്റില്ല, നിക്കാഹ് നടത്താൻ പാടില്ല, പെണ്ണിനെ പേറ്റിന് കൊണ്ടുപോകാൻ പ്രസവത്തിന് കൊണ്ടുപോകാൻ പാടില്ല, പ്രസവിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഭാഗ്യം. ആ രൂപത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഈ സമുദായത്തെ ഇങ്ങനെ ശിർക്കിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഈ സമൂഹത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. അതിനെന്ത് വേണം? അവരെ ശരിയായ ഇസ്ലാമിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാണ് ഇസ്ലാമികമായി ജനങ്ങളോട് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരാരോപണം എന്താണ്? അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തൊന്നുമില്ലാതെ അവരതാ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, അവരതാ സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും ഈദ്ഗാഹുകളിലേക്കും കൊണ്ടുപോകുന്നു. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ അനുവാദം തന്ന ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദുന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാത്തിൻ ബിമറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصലാത്ത വലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഗലസി. സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ, തെമ്മാടി പെണ്ണുങ്ങളെന്നല്ല, മോശക്കാരികളായ പെണ്ണുങ്ങളെന്നല്ല, ഇസ്ലാം പഠിക്കാത്ത പെണ്ണുങ്ങളെന്നല്ല,
കുന്ന നിസാ മുഅ്മിനാത്ത്. എന്റെ ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കണം, എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം. നിങ്ങൾ ഏതാ പറഞ്ഞു പറ്റിക്കുന്നു ഒരു വിഭാഗം ആളുകൾ. നിങ്ങൾക്കതാ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് നിൽക്കാം, അതിന്റെ പിറകിൽ നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകാം, പർദ്ദയണിഞ്ഞിട്ടും അല്ലാതെയുമൊക്കെ ഒട്ടി തേടി ഏത് വീടിലും കയറിയിറങ്ങാം. പക്ഷേ പള്ളിയിലേക്ക് പോയിക്കൂടാ, ജാറത്തിലേക്ക് പോയിക്കോ, അതൊന്നും ഫിത്തിനയില്ല, പള്ളിയിലേക്ക് പോയാൽ ഫിത്തിനയാണെന്ന് പറഞ്ഞു പറ്റിക്കുമ്പോ ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലത്ത് പെണ്ണിറങ്ങിയതെന്തിനാണ്? കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലതാ ഫജ്ർ നിസ്കരിക്കാൻ മദീനത്തെ പള്ളിയിൽ നമ്മുടെ ഉമ്മമാര് എത്തുന്നു. നിസ്കാരം കഴിഞ്ഞവര് മടങ്ങിപ്പോകുമ്പോ ഇരുട്ട് കാരണത്താൽ ആരാണെന്ന് പോലും വ്യക്തമാകാത്ത സമയത്ത് മടങ്ങിപ്പോകുന്നു. ഇരുട്ടത്ത് വരെ അന്ന് സ്ട്രീറ്റ് ലൈറ്റുകളോ നടപ്പാതകളോ ഒന്നും സൗകര്യമില്ലാത്ത, സ്ട്രീറ്റ് ലൈറ്റുകളും ടോർച്ചുകളും ഒന്നുമില്ലാത്ത ഒരു കാലത്ത് പോലും നമ്മുടെ ഉമ്മമാര് മോമിനാത്തുകൾ റസൂലുള്ളാഹിയുടെ പിന്നിൽ നിസ്കരിക്കാൻ മദീനത്തെ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, പെരിന്തൽമണ്ണ പള്ളിയിൽ ഒരു സഹോദരി വന്നാൽ, അങ്ങാടിപ്പുറം പള്ളിയിൽ ഒരു സഹോദരി വന്നാൽ, പുലാമന്തോൾ പള്ളിയിൽ ഒരു സഹോദരി വന്നാൽ, ടിയൻപുരത്തെ പള്ളിയിൽ ഒരു സഹോദരി വന്നാൽ, ഒരു സഹോദരി പള്ളിയിലേക്ക് വന്നാൽ അത് നരകത്തിലേക്കാണെന്ന് പറയാൻ ഈ ഭാഗത്തിനാരാണ് ലൈസൻസ് കൊടുത്തത്? റബ്ബിന്റെ റസൂല് അനുവാദം തന്നത്. ഹറാമാക്കുവാൻ ലോകത്തൊരാൾക്കും അധികാരമില്ല. അതുപോലെ തന്നെ അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെയും എത്രയോ ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് 10 ദിവസത്തോളം പള്ളിയിൽ തന്നെ ഇഅ്തികാഫിലാണ്. റമദാനിന്റെ അവസാനത്തെ 10-ൽ ആ പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ജുമുഅ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ദിക്റുകളിലും ദുആകളിലും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും തക്ബീറുകളിലുമായി കൊണ്ട് നമ്മുടെ ഉമ്മമാര് പള്ളിയിൽ ഇഅ്തികാഫ് തന്നെ. ഈ പെണ്ണുങ്ങളൊക്കെ മോശക്കാരാണോ? ആ പെണ്ണുങ്ങളൊക്കെ മോശക്കാരികളാണോ? അല്ലല്ലോ. അവരല്ലേ നമ്മുടെ നേതാക്കൾ, അവരല്ലേ മാതൃകാ മഹതികൾ. അതവിടെ ഇസ്ലാമിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇവര് പറയാണ് പെണ്ണ് പുറത്തിറങ്ങിയ ഫിത്തനയാണ്. പുറത്തിറങ്ങിയ ഫിത്തനയാണെങ്കിൽ അങ്ങാടിയിൽക്കും പോണ്ട, മാർക്കറ്റിൽക്കും പോണ്ട, വയലിനും വരണ്ട, ദിക്ർ മജ്ലിസിൽക്കും പോണ്ട, സലാത്ത് പാടത്തേക്കും പോണ്ട, എവിടെയും പോണ്ട. അവിടേക്കൊക്കെ വരാ ഫിത്തനല്ല, പള്ളിയിൽ വന്നാൽ മാത്രം ഫിത്തന. അല്ലേ? ഇത് ഇരട്ടത്താപ്പ. ഇത് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങളെ കിട്ടൂല, ബുദ്ധിയുള്ള ഒരുത്തനെയും കിട്ടൂല, ബുദ്ധിയുള്ള ഒരുത്തനെയും കിട്ടൂല. ഫിത്തനയാണോ നിങ്ങൾ പറഞ്ഞു പേടിപ്പിക്കുന്നത്? എന്നാൽ അത് പള്ളിയിലേക്ക് പോകുമ്പോ മാത്രമാണ് ഫിത്തന എന്ന് എവിടെയാണുള്ളത്? പള്ളിയിലേക്ക് പോയാൽ മാത്രം ഫിത്തന. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ സിന്ദാബാദ് വിളിക്കാൻ പെണ്ണിറങ്ങിയ ഫിത്തനയില്ല, വീടുതോറും വോട്ട് തേടി ഇറങ്ങിയാൽ ഫിത്തനയില്ല, അതുപോലെ തന്നെ മാർക്കറ്റിൽ പോയാൽ ഫിത്തനയില്ല, നേർച്ചപ്പൂരത്തിന് പോയാൽ ഫിത്തനയില്ല, ദർഗയിൽ പോയാൽ ഫിത്തനയില്ല, മഖാമിൽ പോയാൽ ഫിത്തനയില്ല, കടപ്പുറത്തൂരി തണ്ടിയാൽ കുഴപ്പമില്ല, എവിടെയും പോഴാരാം, മദ്രസ ഉദ്ഘാടനത്തിന് വരാം, പള്ളി ഉദ്ഘാടനത്തിനും വരാം. പെണ്ണുങ്ങളുടെ കയ്യിൽ കവറുണ്ടെങ്കിൽ, പെണ്ണിന്റെ കയ്യിൽ കവറുണ്ടെങ്കിൽ പള്ളി ഉദ്ഘാടനത്തിന്റെ 1-ാം ദിനം അവർക്കും കയറി ചെമ്പിൽ പണമിടാം. ഈ ഇരട്ടത്താപ്പ് എവിടെ നിന്ന് കിട്ടി മുസ്ലിയാക്കന്മാരെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നിസ്കാരത്തിന് അവർ പോയിട്ടുണ്ടെങ്കിൽ ഇന്നും അനുവാദമുണ്ട്. പക്ഷേ പുരുഷന്മാരെ പോലെ അവർക്ക് ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട്, അവർക്ക് ചില പ്രകൃതിപരമായ ചില ദൗർബല്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരോട് നിർബന്ധിച്ചിട്ടില്ല. പോയില്ലെങ്കിൽ അവർ കുറ്റക്കാരികളല്ല, പോയാലോ അവർക്കും പുണ്യമുണ്ട്. പോയാലും പുണ്യുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പിന്നില് നിസ്കരിക്കുമ്പോ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അപ്പൊ അള്ളാന്റെ റസൂൽ എന്താ സലാം വീട്ടിലേക്ക് വിടണം? ഏത് പെണ്ണാ കുട്ടിനെയും കൊണ്ട് വന്നെറിഞ്ഞ് മേലാല് പള്ളിയിൽ വന്നു പോകരുത് എന്നല്ല പറഞ്ഞത്. അവിടുന്ന് ആ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുട്ടികളുടെ ഉമ്മമാരോടുള്ള റഹ്മത്ത് മുഖേന അവരുടെ നിസ്കാരത്തിനൊരു വിഷമമുണ്ടാകരുതെന്ന നിലക്ക് സുദീർഘമായി ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുന്ന നേതാവ് അവരുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഇതാ ഖുർആൻ ചുരുക്കിക്കൊണ്ട് ഓതുന്നു. ബുഖാരിയിലില്ലേ, ഹദീസിന്റെ കിതാബിലില്ലേ? ഓ മുസ്ലിയാന്മാരെ, ഒന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് എത്രയോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? പുരുഷന്മാരോട് നിർദ്ദേശങ്ങൾ
പറഞ്ഞില്ലേ, സ്ത്രീകൾ പോയിത്തീരുന്നത് വരെ നിങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഒന്ന് ഇരുന്നോളണം. കാരണം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വഴിയിൽ വെച്ച് സ്ത്രീ പുരുഷന്മാർ ഇടകലരാതിരിക്കാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ സ്ത്രീകളതാ പെട്ടെന്ന് പോകുന്നു. സ്ത്രീകളൊന്ന് ഇറങ്ങി തിരുവോളം പുരുഷന്മാരൊരൽപ്പ